ഇന്ന് സന്ധ്യയിലുള്ള വേദധ്യാനത്തിനായി സമർപ്പിക്കുന്ന വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. യു ആർ ദ മാൻ. നമുക്ക് തലകൾ വണക്കാം. ഈ വേദഭാഗം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നമുക്കായി ഇന്ന് വാഴ്ത്തിവെച്ചിരിക്കുന്ന വചനം മനസ്സിലാക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപി നശിക്കണമെന്നോദിയ ദാവീദു പാപം ചെയ്തപ്പോൾ, എൻ കർത്താവാമുടയോനെ കനിയണമെന്നോടെന്നോദി, പിഴപോൽ പകരം വീട്ടരുതേ, സർവാധീശാതേ സ്തോത്രം. ബാറയ്ക്കുമോർ. ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ വേദഭാഗത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, അനുതാപവും അർത്ഥനയും അനുഗ്രഹത്തിന് കാരണമായി തീരാൻ തമ്പുരാനെയും അവിടുന്ന് കാത്തനുഗ്രഹിക്കണമേ. ആദിയോടന്തം കൃപകളാൽ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. വഴികളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഞാൻ ഇന്ന് കല്ലുപ്പാറയ്ക്ക് തിരിക്കുമ്പോൾ MC റോഡിൽ നിന്ന് മുളക്കഴ വരെയും അടൂരിൽ നിന്ന് MC റോഡിലൂടെ മുളക്കഴ വരെ യാത്ര ചെയ്ത് അവിടെ നിന്നാണ് കല്ലുപ്പാറയ്ക്ക് തിരിച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും വഴികൾ തിരഞ്ഞെടുക്കുന്നവരാണ്. പക്ഷേ വഴികൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ദിശകൾ ശരിയാണ്. ഇതാ നാം ധ്യാനിക്കേണ്ട ഒരു ചിന്തയല്ലേ. വി ആർ ഇൻ ദ റൈറ്റ് റോഡ്. ആർ വി ഇൻ ദ കറക്റ്റ് ഡയറക്ഷൻ? നമ്മൾ ശരിയായ വഴിയിലാണ്, എന്നാൽ നാം ശരിയായ ദിശയിലാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ MC റോഡിലൂടെയാണ് വന്നത്. ഞാൻ തിരിച്ചു പോകേണ്ടുന്നതും MC റോഡിലൂടെയാണ്. പക്ഷെ ഇങ്ങോട്ട് വന്ന ദിശയാണോ ഞാൻ തിരിച്ചു പോകേണ്ടുന്ന ദിശ? ഏതുവഴി അച്ഛൻ പോകും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും MC റോഡിലൂടെ ഞാൻ പോകും. പക്ഷേ MC റോഡിലൂടെ പോയത് കൊണ്ട് മാത്രമായില്ല, ആ ദിശ കൃത്യമായി ഞാൻ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി ആർ ഇൻ ദ റൈറ്റ് റോഡ്. നമ്മുടെ ആധ്യാത്മികതയിൽ നാം ഇന്ന് ചെയ്യുന്ന ആത്മീകമായ റിലിജിയോസിറ്റിയുടെ, മതാത്മികതയുടെ എല്ലാ ഭാഗങ്ങളും നമ്മെ ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ പെരുന്നാളുകൾ, നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, ഇതെല്ലാം ശരിയായ വഴിയാണ്. ഓർത്തഡോക്സിയുടെ ഒരു വഴിയും തെറ്റല്ല. പക്ഷേ ഈ ശരിയായ വഴിയിലൂടെ നാം പോകുമ്പോൾ ശരിയായ ദിശയാണോ നാം സ്വീകരിക്കുന്നത് എന്നത് ദൈവസന്നിധിയിൽ ചിന്തിക്കണം. ഇന്ന് നാം കേട്ടത് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു വാക്കാണ്. യു ആർ ദാറ്റ് മാൻ. ആ മനുഷ്യൻ നീ തന്നെ. ആരെക്കുറിച്ച് പറയുന്നതാണ് എന്ന് കല്ലുപ്പാറയിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ,
ശരിയായ വഴി തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ്റെ ദിശ തെറ്റിയപ്പോൾ ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്ന ധന്യവും ദീപ്തവും ഹൃദയസ്പർശിയുമായ വാക്കാണ്, ആ മനുഷ്യൻ നീ തന്നെ. അതുകൊണ്ട് വഴി ശരിയായാൽ മാത്രം പോരാ, ദിശയും ശരിയാകുമ്പോഴാണ് നമ്മെ തിരഞ്ഞെടുത്തവനായ ദൈവത്തിന് ആ തിരഞ്ഞെടുപ്പ് കൊണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാൻ സാധിക്കുന്നത്. യൂദായുടെ വഴി ശരിയായിരുന്നു, ദിശ തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, വഴി മാത്രമല്ല, ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, വി ആർ ഇൻ ദ റൈറ്റ് റോഡ്, ആർ വി ഇൻ ദ കറക്റ്റ് ഡയറക്ഷൻ? നമ്മൾ ശരിയായ ദിശയിലാണോ? ഇന്ന് കഥാപാത്രമായി നാം സ്വീകരിക്കുന്ന ദാവീദ് ദൈവത്തിൻ്റെ വഴി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നോക്കുക, നാഥാൻ ദാവീദിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതുകൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. തൊട്ടു താഴെ നാം വായിക്കുകയാണ്, പക്ഷേ നീ എൻ്റെ ദിശയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദ് ആധുനിക യുഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. 83ാമത് കൺവെൻഷനിൽ ദാവീദിൻ്റെ ജീവിതം ഒന്ന് പഠിച്ച് ആധുനിക ജീവിതത്തിൽ നമ്മുടെ ദിശകൾ മാറിപ്പോകുന്നത് ഒന്ന് ധ്യാനിച്ച് ആ ദിശകളെ പുനഃക്രമീകരിക്കുവാൻ എന്ത് ചെയ്യണം എന്നത് ഈ ലഭ്യമായ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. നമുക്കറിയാം, ഇശായിയുടെ വീട്ടിൽ ദാവീദിനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്തത് എന്ന്. ഇശായിയുടെ മക്കളിൽ ദ ലോസ്റ്റ് ആൻഡ് ലീസ്റ്റ് അതായിരുന്നു ദാവീദ്. പക്ഷേ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ശരിയായ വഴിത്താരയിൽ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധ നിമിഷങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില അഭിശപ്ത നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദിശ തെറ്റിപ്പോയി. നമുക്കൊന്ന് പരിശോധിക്കാം, എവിടെയാണ് ദാവീദിൻ്റെ ദിശ തെറ്റിയത്. 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാം വാക്യം നാഥാൻ ദാവീദിനോട് പറയുന്ന വാക്കാണെങ്കിലും അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ 11-ാം അധ്യായം നാം പഠിക്കുമ്പോഴാണ് ദാവീദിന് എവിടെയാണ് ദിശ തെറ്റിപ്പോയത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വൈദികനാകാം, ഞാൻ മാനേജിംഗ് കമ്മിറ്റി അംഗമാകാം, ഞാൻ ഇടവകയുടെ ട്രസ്റ്റിയാകാം, ഞാൻ കമ്മിറ്റിക്കാരനാകാം, ഈവൻ ഞാനൊരു ബിഷപ്പ് പോലുമാകാം. പക്ഷേ അതൊക്കെ വഴികളാണ്. എന്നാൽ തിരഞ്ഞെടുത്ത വഴികൾക്കനുസൃതമായി ദിശകളെ ക്രമീകരിച്ചില്ല എങ്കിൽ ഞാൻ ആരാണെങ്കിലും പരാജയപ്പെടും. ഞാൻ ആരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. അതുകൊണ്ട് ദിശയുടെ പുനഃക്രമീകരണം ആവശ്യമാണ്. ദാവീദ് എവിടെയാണ് ദാവീദിന് ദിശ തെറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ, 1 ശമൂവേൽ 11-ാം അധ്യായം നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ദാവീദിൻ്റെ ദിശ തെറ്റിയത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിച്ചു പോകാൻ എനിക്ക് സമയത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. കൃത്യസമയത്ത് ഈ വചനപ്രഘോഷണം തീരേണ്ടുന്നതും വളരെ അനിവാര്യമായ ഒന്നാണല്ലോ. 11-ാം അധ്യായം 2 ശമൂവേൽ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം, പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേകവരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. പ്രിയപ്പെട്ടവരെ,
യുദ്ധത്തിൻ്റെ സീസൺ. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ രാജാക്കന്മാർ വേട്ടയാടാൻ പോകുന്നത് പോലെ യുദ്ധത്തിനും ചില സീസൺസ് ഉണ്ട്. അവിടെ ആ യുദ്ധത്തിൻ്റെ സീസൺ ഇസ്രായേൽ മറ്റുള്ള രാജാക്കന്മാരുമായി യുദ്ധത്തിന് പോകുകയാണ്. സാധാരണയായി ഇസ്രായേലിൻ്റെ രാജാവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, അമോര്യരുമായിട്ടുള്ള യുദ്ധത്തിൽ നേതൃത്വം കൊടുത്തത് ശൗലായിരുന്നു. എന്നാൽ അവിടെ ഗോലിയാത്ത് എന്ന മഹാമല്ലന്റെ മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ ഒരാട്ടിടയ ചെറുക്കനായ ദാവീദ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത കഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ യുദ്ധത്തിൻ്റെ സീസൺ. പ്രിയപ്പെട്ടവരെ, രണാങ്കണത്തിൽ ഇസ്രായേലിന്റെ സൈന്യം പോകുകയാണ്. അതിനു മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടയാളാണ് ആര്? ഇസ്രായേലിന്റെ രാജാവ്. പക്ഷേ ഇതാ ഈ ചരിത്ര പുസ്തകം, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായി യാതൊരു മറയുമില്ലാതെ പറയുകയാണ്, ബട്ട് ഡേവിഡ് റിമെയിൻഡ് ഇൻ ജെറുസലേം. ബട്ട് ഡേവിഡ് റിമെയിൻഡ് ഇൻ യെരുസലേം. മലയാളത്തിൽ ദാവീദോ യെരുസലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദിശ തെറ്റുന്ന ഒന്നാമത്തെ തലം, ദാവീദിന്റെ ദിശ തെറ്റിയ ഒന്നാമത്തെ തലം എന്തായിരുന്നു? ഇറസ്പോൺസിബിലിറ്റി, നിരുത്തരവാദിത്വം. അത് ദിശ തെറ്റുന്ന ഒന്നാമത്തെ തലമാണ്. ഗോലിയാത്തിനെ കീഴടക്കാൻ തനിക്ക് പ്രത്യേകമായി ഒരു നിയോഗമില്ലാതിരുന്നിട്ടുകൂടി ഇസ്രായേലിന്റെ രാജാവിന് വേണ്ടി രണാങ്കണത്തിൽ പടപൊരുതിയ ദാവീദ് ഇപ്പോൾ ഇസ്രായേലിന്റെ രാജാവായി കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട അയാൾ ഇപ്പോൾ he remained in Jerusalem. But David remained in Jerusalem. ദാവീദോ യെരുസലേമിൽ താമസിച്ചിരുന്നു. ഇത് ദിശ തെറ്റുന്ന ഒന്നാമത്തെ തലമാണ്. ഇറസ്പോൺസിബിലിറ്റി, നിരുത്തരവാദിത്വം. ഇംഗ്ലീഷിൽ സാധാരണ പറയും അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്, റെസ്പോൺസിബിലിറ്റി കനോട്ട്. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്, റെസ്പോൺസിബിലിറ്റി കനോട്ട്. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? അധികാരം, സ്ഥാനം. അത് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം, മറ്റൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, ഇവിടെ ദാവീദിന്റെ വിഷയം എന്താ? അധികാര വിനിയോഗ വിമുഖത. നമ്മൾ അധികാര ദുർവിനിയോഗത്തെ കുറിച്ച് പറയും അല്ലേ? അധികാരമുള്ളവർ അവരുടെ അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത്. അധികാര ദുർവിനിയോഗം പോലെ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ത്? അധികാര വിനിയോഗ വിമുഖത. അധികാരമുള്ളവൻ അതിനുവേണ്ടി മുൻനിരയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ. ഉത്തമഗീതം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉത്തമഗീതം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാത്തില്ല താനും. പ്രിയപ്പെട്ടവരെ, ഗതികെട്ടവൻ്റെ ആത്മവിലാപമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മനുഷ്യൻ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയപ്പോൾ അയാളുടെ ആത്മവിലാപമാണ്. എന്താ പറയുന്നേ? എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, കാരണം എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. പലരുടെയും മുന്തിരിത്തോട്ടം കാത്തെങ്കിലും സ്വന്തം മുന്തിരിത്തോട്ടം കാക്കാതെ പോയവൻ. പ്രിയപ്പെട്ടവരെ, ഈ നിരുത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമായിട്ടാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് നമ്മെ വിട്ടിരിക്കുന്നത്. Each one has its own, that person's own vocation. അല്ലാതെ വെറുതെ വേഷം കെട്ടുകയല്ല, വെറുതെ വേഷമിടുകയല്ല. വേഷത്തിന് അനുയോജ്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജാവേ,
ദാവീദേ, നീ ഇസ്രായേലിന്റെ രാജാവായി വേഷം കെട്ടുകയല്ല, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്ത്? രണാങ്കണത്തിൽ നേതൃത്വം കൊടുക്കുക. പക്ഷേ നിന്റെ ഭടന്മാർ യുദ്ധത്തിന് പോയപ്പോൾ നീ എന്തു ചെയ്തു? നീ യെരുസലേമിൽ താമസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിരുത്തരവാദിത്വം എവിടെ വരെ അധപ്പതിക്കും എന്നത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിന്റെ ദിശ തെറ്റിയത് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ, ഇംഗ്ലീഷിൽ സാധാരണ പറയും ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ എവരിതിങ്, ഐ ഈവൻ മോർ. ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ എവരിതിങ്. ഒരു മെത്രാപ്പോലീത്ത എന്നെ ഒരു പള്ളി ഏൽപ്പിക്കുമ്പോൾ ഓൾ ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പാരിഷ്, ബട്ട് ഐ ഈവൻ മോർ. പരിശുദ്ധ സഭ അഭിമന്യ പിതാവിന് ഒരു ഭദ്രാസനം കൊടുക്കുമ്പോൾ ഓൾ ആർ റെസ്പോൺസിബിൾ, ബട്ട് ഹീ ഈസ് മോർ. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം. ഒരപ്പൻ, അവന് കുറച്ചുകൂടെ ഉത്തരവാദിത്വമുണ്ട്. ഒരമ്മ, അവൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വമുണ്ട്. അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ ദിശ തെറ്റും, അധപ്പതനമുണ്ടാകും, വഴി തെറ്റും, വഴിയാധാരമാകും. ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. തൊട്ടു താഴെ നാം വായിക്കുകയാണ് 2 ശമൂവേൽ 11 അധ്യായം 2 വാക്യം. അപ്പോൾ ഇപ്പോൾ അവസ്ഥ എന്താണ്? കോണ്ടെക്സ്റ്റ് എന്താണ്? വഴി എന്താണ്? ഇസ്രായേൽ മറ്റുള്ള രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്നു. യോവാബും ദാവീദിന്റെ ഭടന്മാരും രണാങ്കണത്തിൽ. പക്ഷേ ബട്ട് ഡേവിഡ് റിമൈൻഡ് ഇൻ ജെറുസലേം. നിരുത്തരവാദിത്വം. രണ്ടാമതായിട്ട് നോക്കുക, 2 ശമൂവേൽ 11 അധ്യായം 2 വാക്യം. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്കിത് വായിച്ചപ്പോൾ വളരെ എന്നോട് തന്നെ സങ്കടം തോന്നി. ഇപ്പോൾ എന്താണ് കോണ്ടെക്സ്റ്റ്? ഇസ്രായേൽ മറ്റുള്ള രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ ഭടന്മാർ എവിടെ കിടക്കുന്നു? രണാങ്കണത്തിൽ. ദാവീദ് അവിടെ നിൽക്കേണ്ടുന്നവനാണ്. പക്ഷേ ഇപ്പോൾ എവിടെയാണ്? യെരുസലേമിൽ. പക്ഷേ അയാൾ ചെയ്തതെന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് എവിടുന്ന് എഴുന്നേറ്റു? മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. നമുക്കറിയാം, നമ്മുടെയൊക്കെ പൂർവികന്മാർ പറയും സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങരുത്. കാരണം സന്ധ്യാസമയത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. പ്രഭാതം അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാടും സന്ധ്യ ഈ വേളയിൽ എന്നൊക്കെ പാടും. ഈ സന്ധ്യയിൽ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. പക്ഷേ ഇവിടെ ദാവീദ് എന്താ ചെയ്തത്? മെത്തയിൽ നിന്ന് എപ്പോൾ എഴുന്നേറ്റു? സന്ധ്യയിൽ. അലസത, സ്ലീപ്പിംഗ് ഡിസോർഡർ. നിങ്ങൾക്കറിയാമോ, ആധുനിക കാലത്ത് നമ്മുടെ യുവജനങ്ങളെ ബാധിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ മാനസിക പ്രശ്നമാണ് ഇൻസോംനിയ ആൻഡ് സെമിസോംനിയ. എല്ലാം വ്യാഖ്യാനിച്ചു പോകാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്നു, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. പിള്ളേരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നാളെ ഇനി നിങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. നമ്മുടെ പിള്ളേർ എപ്പോഴാണ് ഉറങ്ങുന്നത്? അവർ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്? അവർ ഉണരുന്ന സമയം എപ്പോഴാണ്? എന്തെങ്കിലും ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഒരു ബാലൻസ് ഈ പ്രകൃതിയുമായി ചേർന്ന് അവർക്കുണ്ടോ? എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ നടക്കുന്ന ഈ മാനസിക സംഘർഷം എത്രയോ മുമ്പേ നമ്മുടെ പുണ്യപിതാക്കന്മാർ, സാധാരണപ്പെട്ട മനുഷ്യർ, അവർ നേരത്തെ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നൊരു പാട്ടുണ്ടല്ലോ, മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെക്കാളും നിർവികാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. നോക്കുക, മൃഗജാലങ്ങൾ ഉണരുന്ന സമയത്ത് നീ കിടന്നു. എത്ര മണിക്കാണ് കിടക്കുന്നേ? 3 മണിക്ക്, 4 മണിക്ക്, 2 മണിക്ക്,
ചിലപ്പോഴൊക്കെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ 12, 1, 2 മണിക്ക് യാതൊരു ബന്ധവുമില്ലാതെ, യാതൊരു ബോധവുമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാർ റോഡ് വശങ്ങളിൽ ഇങ്ങനെ കാണുന്ന കാഴ്ച, അത് നൈറ്റ് ലൈഫ് എന്നോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രമെന്നോ ഒക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് അലസതയുടെ ഭാഗമാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉണരേണ്ട സമയത്ത് ഉണരണം. നിങ്ങൾക്കറിയാമോ, 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ദ വേർഡ് ഓഫ് ദ ഇയർ, 2024 വേർഡ് ഓഫ് ദ ഇയർ എന്താ വാക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് പറയാമോ? 2024 ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ വാക്ക്, ദ വേർഡ് ഓഫ് ദ ഇയർ എന്തെന്നറിയാമോ? ആ വാക്കിൻ്റെ പേരാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ വാക്ക് നിങ്ങൾക്കറിയാം, എന്ന് വെച്ചാൽ തലച്ചോറ്. റോട്ട്, ROT. എന്താണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഡിക്ലൈൻ, അത് കൂടുതൽ വിവരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഡിക്ലൈൻ. തിരുമേനി എന്നെ വഴക്ക് പറയത്തില്ലെന്ന് എനിക്കറിയാം, ഞാനങ്ങ് ശുദ്ധ മലയാളത്തിൽ പറയുക, പാൻറ്റിട്ടു സിബിടാൻ മറന്നുപോയി. ശുദ്ധ മലയാളത്തിലാണ് കേട്ടോ. അത് ബ്രെയിൻ റോട്ടാണ്. ജെൻസിയ മാത്രമല്ല, 90 കിഡ്സിനെയും ബാധിക്കുന്ന അവസ്ഥ. പൂട്ടിയിട്ട് താക്കോൽ അവിടെ നിന്ന് എടുക്കാതെ ഒരൊറ്റപ്പോക്ക്. അമ്മച്ചി കുനിയിരിക്കുന്നു, ശരിയാ. പൂട്ടിയിട്ട് താക്കോൽ അവിടെ നിന്ന് എടുക്കാതെ തിരിച്ചു പോകുന്നു. രാവിലെ എഴുന്നേറ്റ് പേഴ്സ് എവിടെ, കാറിൻ്റെ താക്കോൽ എവിടെ, സോക്സ് എവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചാടുന്നു. പ്രിയപ്പെട്ടവരെ, അത് ബ്രെയിൻ റോട്ടാണ്. അതായത് അമിതമായ വേഗത്തിലുള്ള റീൽസ്. ഇന്ന് ഏറ്റവും കൂടുതൽ റിയൽ ലൈഫിനേക്കാൾ കൂടുതൽ എന്താണ്? 1.5 മിനിറ്റിൻ്റെ റിയൽ ലൈഫ്. 1.5 മിനിറ്റ് മാത്രം. അത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള റീൽ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന പോലും ഇപ്പോൾ ചില കമ്പാർട്ട്മെൻറ്റുകളായി മാറുന്നത്. അച്ഛൻ്റെ ഹൂത്തോമോ, അച്ഛൻ്റെ ഹൂസോയോ, അച്ഛൻ്റെ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് മാത്രമായി മാറുന്നത് ഈ ബ്രെയിൻ റോട്ടിൻ്റെ ഭാഗമാണ്. എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, അതുവഴിയായി നമ്മുടെ ബ്രെയിൻ ഡിക്ലൈനായി വരുന്നു. ഇപ്പം നമുക്കുള്ള ഒരു പരാതിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അത് നിരണം ഭദ്രാസനത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അടുത്ത സമയത്ത് ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ഈ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അടുത്ത സമയത്ത് ഒരു യുവതി എന്നെ കാണാൻ എൻ്റെ സമയം ചോദിച്ചു വന്നു. അവളുടെ വിഷയം, അവൾ 1ാം ക്ലാസ് മുതൽ ഫസ്റ്റ് റാങ്കിൽ ജയിച്ച കൊച്ചാണ്. ഇപ്പോൾ അവൾക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷേ അവൾക്കവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പരീക്ഷകൾക്കും 1ാം റാങ്കിൽ ജയിച്ചവൾ. പക്ഷേ അവൾക്ക് സൊസൈറ്റിയിൽ, നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ രംഗത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ജോലി സാധ്യതകളിൽ ഒരു സംഘത്തോടൊപ്പം പ്രവർത്തിക്കണം, ഒരു കമ്പനിയായി പ്രവർത്തിക്കണം. പക്ഷേ ഈ കുട്ടിയുടെ പ്രശ്നം എന്തെന്നറിയാമോ? അവൾക്ക് ഫിയറാണ്. കാരണം എനിക്ക് ഇവിടെ ഇടപെടുവാൻ സാധിക്കുമോ എന്നുള്ള ഫിയർ. അതിൻ്റെ പേരാണ് ഗാമോഫോബിയ. ഈ ഗാമോഫോബിയ ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കുവാൻ അവരെ പുറകോട്ട് വലിക്കുന്നത്. തങ്ങൾക്ക് ഉത്തരവാദിത്വപൂർവമായ ഒരു ജീവിതം നടത്തുവാൻ സാധിക്കുമോ എന്ന ഫിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ അലസരായി നമ്മൾ വളർത്തുന്നത്, ഉത്തരവാദിത്തമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, എന്തിനും ഏതിനും അമിതമായ ബാക്ക് സപ്പോർട്ട് നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്നത്. നിങ്ങൾക്കുണ്ടോ? 83ാമത് കൺവെൻഷന് രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ലോകത്തിലെ രക്ഷയും
ഒരു പ്രത്യേകമായ അനുഭവമല്ലേ പ്രിയപ്പെട്ടവരെ? നോക്കുക, ദാവീദിന്റെ പ്രശ്നം എന്താണ്? ദാവീദ് തൻ്റെ രാജ്യം യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഒന്നാമതായി ഇറസ്പോൺസിബിലിറ്റി, രണ്ടാമതായി ലേസിനെസ്, അലസത. സന്ധിക്ക് ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങുന്ന സമയം അറിയില്ല, ഉണരുന്ന സമയം അറിയില്ല, എപ്പോൾ കിടക്കുമെന്നറിയില്ല, എപ്പോൾ എഴുന്നേൽക്കുമെന്നറിയില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ഞാൻ നിങ്ങളുടെ ഒന്നും വീടുകളിൽ വന്നിട്ടില്ല എങ്കിലും എൻ്റെ അനുഭവത്തിൽ പറയുക, ഏതെങ്കിലും വീട്ടിൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ ഒരു സോഫ ഉണ്ട്. ആ സോഫയാണ് എങ്കിലും ഞാനങ്ങ് സോഫ എന്ന് പറയുക. ഒരു സോഫ ഉണ്ട്, അതിൻ്റെ തലയിൽ വെള്ളത്തിൽ വീണാൽ നനയാത്തതും തീയിലിട്ടാൽ വേവാത്തതുമായ ഒരു തലയണയുണ്ട്. അത് വെച്ച് ഇങ്ങനെ കിടപ്പ. ആര്? എല്ലാവരും. ബെഡ്റൂമിൽ കാണേണ്ടുന്നത് ഡ്രോയിങ് റൂമിൽ കാണും, ഡ്രോയിങ് റൂമിൽ കാണേണ്ടുന്നത് ബെഡ്റൂമിൽ കാണും. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദമാകും. ദാവീദേ, നിന്റെ ദിശ തെറ്റിയതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ്? നിന്റെ അലസത. ഇനി എന്താണ്? മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, ഉലാത്തുക എന്ന് തന്നെയാണ്. ഉലാത്തുക എന്നത്, അത് ഉലാവി എന്ന, അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഈ കോഴി മുട്ടയിട്ടിട്ട് ആ കോഴിയുടെ ഒരു പ്രകടനം ഉണ്ടല്ലോ, ഞാൻ ഇട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ഉലാവുക എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തോ ഒരു ആത്മസന്തോഷം കൊണ്ട് ഇങ്ങനെ സാഹചര്യത്തിനും സൗകര്യത്തിനും അതിന് വെളിയിലായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് എന്ത്? ഉലാവുക. സാഹചര്യം അവിടെ പ്രശ്നമല്ല, സമയം അവിടെ പ്രശ്നമല്ല, അതൊന്നുമില്ലാതെ എന്തോ ഒരു എക്സ്റ്റസി മൂഡിൽ, അല്ലേ? ഒരു എക്സ്റ്റസി മൂഡിൽ. നമുക്കറിയാം, പണ്ട് കാലത്ത് വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നൊരു വികാരമുണ്ട്, അല്ലേ? ഇപ്പോഴാ വികാരമുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഓരോ സമയമാകുമ്പോൾ നമുക്ക് ചില മെൻ്റൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഓരോ സമയത്തും അതിൻ്റെതായ വൈകാരികമായ ചില നിൽപ്പുണ്ടായിരുന്നു, അല്ലേ? അൻപുടയോനെ ചൊല്ലുമ്പോൾ എന്തു ചെയ്യും? മറയിടും. ആ സമയത്ത് നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ താഴെ നിന്ന് ആ പാട്ടുപാടി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനപൂർവം നിൽക്കും. ശുശ്രൂഷക്കാരാണെങ്കിൽ ആ സമയത്ത് മറയുടെ മുമ്പിൽ നിന്ന് ത്രോണോസ് കവർ ചെയ്ത് അവരിങ്ങനെ നിൽക്കും. ഇപ്പം അങ്ങനെയാണോ? ഇല്ല. ഇപ്പം ആ സമയത്ത് റീല് കണ്ടാലും കുഴപ്പമില്ല, ആ സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത്, സമയത്തിനും സാഹചര്യത്തിനും വിരുദ്ധമായി ഒരു എസ്റ്റാറ്റിക് മൂഡിൽ ചെയ്യുന്ന പ്രവർത്തനത്തെയാ എന്ത് പറയുന്നത്? ഉലാവുക എന്ന് പറയുന്നത്. ഇവിടെ ദാവീദിന് ഉലാവാൻ പറ്റിയ സമയമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇസ്രായേലിൻ്റെ ഭടന്മാർ ഇതാ രണാങ്കണത്തിൽ. ദാവീദ് പോകേണ്ടയാളാ, പക്ഷേ വൈകുന്നേരം വരെ കിടന്നുറങ്ങിയിട്ട് ഇയാൾ എന്നാ ചെയ്യുന്നു? മാളികയിൽ, എ കൂൾ പ്ലേസ് സ്പെഷ്യലി ഫോർ ദി കിങ്. ഇതാണ് മാളിക എന്നതിൻ്റെ അതിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത. എ സ്പെഷ്യലി കൂൾ പ്ലേസ്, ഇറ്റ് ഈസ് ഫോർ ദ കിങ്. അവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം, കർത്തവ്യബോധക്ഷയം. അതുണ്ടോ? കർത്തവ്യബോധക്ഷയം, ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി. ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഞാൻ മാത്രം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്യാതെ മാറി നിൽക്കുന്നതിൻ്റെ പേരാണ് എന്ത്? കർത്തവ്യബോധക്ഷയം. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, മറ്റൊരാളെ അത് ഏൽപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ തന്നെ ചെയ്യണം, അതിന് മറ്റൊരാൾ ഇല്ല. ആ കാര്യം ചെയ്യാതെ ഞാൻ മാറി നിൽക്കുന്നതിൻ്റെ പേരാണ് എന്ത്? കർത്തവ്യബോധക്ഷയം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കുമ്പസാര ക്രമത്തിൽ 7 മരണകരമായ പാപങ്ങളുണ്ട്. ഉണ്ടോ? ആര് നോക്കുന്ന വെച്ചാൽ ഇതൊക്കെ വായിച്ചിട്ട് കുമ്പസാരിക്കാൻ ആർക്കാ സമയം?
എങ്ങനെങ്കിലും പരിപാടി നടത്തിക്കൊണ്ട് പോകാനല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ മതിയല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിമർശിക്കാൻ. അടൂരെ KFC-യിൽ പുഴുത്ത കോഴി കിട്ടി. പക്ഷേ ഇപ്പോഴും അവിടെ അതുവഴി പോയാൽ ക്യൂ ആണ്. MC റോഡ് വരെ ക്യൂ ആണ്. KFC-യിൽ പുഴുത്ത കോഴി കിട്ടിയാൽ ആർക്കും കുഴപ്പമില്ല. എന്നാൽ കുമ്പസാരത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ, അതിന് വലിയ പ്രശ്നമാണ്. നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. മീനിൽ പുഴു ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പിന്നെയും പോയി ആ ഹോട്ടലിൽ തന്നെ കഴിക്കും. പക്ഷേ പള്ളിയിലും പരിസരത്തും എന്തെങ്കിലും ചെറിയൊരു വിഷയമുണ്ടെങ്കിൽ പോലും വലിയ ഇഷ്യൂവാണ്. പ്രിയപ്പെട്ടവരെ, കർത്തവ്യബോധക്ഷയം, ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, ഇതുണ്ടാകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പൻ അപ്പൻ്റെ സ്ഥാനത്താണോ നിൽക്കുന്നത്? അമ്മ അമ്മയുടെ സ്ഥാനത്താണോ നിൽക്കുന്നത്? അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്താണോ നിൽക്കുന്നത്? ദാവീദേ, നീ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതെ നീ എന്ത് ചെയ്തു? മാളികയുടെ മുകളിൽ എന്ത് ചെയ്തു? ഉലാത്തിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദാവീദിന്റെ മനസ്സതാണോ? ദാവീദിന്റെ മനസ്സതായിരിക്കേണ്ടുന്നതാണോ? നമ്മുടെയൊക്കെ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നാളെയും മറ്റന്നാളും അഭിവന്ദനായ എപ്പിപ്പാനിയോസ് തിരുമേനിയുടെ ഓർമ്മയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നാളെ നടത്തേണ്ടുന്നതുകൊണ്ട് ഞാനതിൻ്റെ SP ഒന്നും പറയുകയല്ല. 2 വർഷം ആ പിതാവിൻ്റെ കൂടെ നടന്നു. ഞാൻ കണ്ട ആ തിരുമേനിയുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു പ്രയാസം തൻ്റെ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ വന്നാൽ അദ്ദേഹം ആ രാത്രി ഉറങ്ങില്ല. കൊല്ലം അരമനയുടെ മുമ്പിൽ ഒരു ചെറിയ പോർട്ടിക്കോ ഉണ്ട്. അഭിനയ തിരുമേനിക്കൊക്കെ അറിയാം, ഇപ്പോഴത് റിനോവേറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി. പണ്ടൊരു ചെറിയ പോർട്ടിക്കോ മാത്യൂസ് മാർ കൂറിലോസ് സ്ഥാപിച്ച, തിരുമേനി സ്ഥാപിച്ച ആ അരമന അതുപോലെ എപ്പിപ്പാനിയോസ് തിരുമേനി കാത്തു സൂക്ഷിച്ചു. ആ പോർട്ടിക്കോയുടെ മുകളിൽ ഉറങ്ങാതെ ഇങ്ങനെ അദ്ദേഹം നടക്കുന്നത് കാണാം. അത് ഉലാത്തലല്ല, പിന്നെ കർത്തവ്യം മനസ്സിൽ കിടക്കുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ വിഷയം, എൻ്റെ ജനത്തിൻ്റെ പ്രയാസം അതെൻ്റേതാണെന്ന് ചിന്തിച്ച പിതാവ്. പ്രിയപ്പെട്ടവരെ, ഓരോ പിതാക്കന്മാരും അതായിരുന്നു. മാത്യൂസ് തിരിയൻ ബാവായെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ ആരോ സഭയുടെ കേസൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മസനബ്സ മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മാറ്റിയിട്ട് പറഞ്ഞു, എടാ, ഒരു മുട്ട പൊട്ടിച്ച് എൻ്റെ തലയിലൊഴിക്ക്, ഇപ്പം നിനക്ക് ബുൾസൈ കഴിക്കാം. കാരണം അത്ര ചൂടാ. ഇന്ന് ആ ചൂട് നമ്മളിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ നിങ്ങളെ പറയാൻ ആളല്ല. എന്നിൽ ആ ചൂടുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ആ ചൂടുണ്ടോ? കർത്തവ്യബോധക്ഷയം നമ്മെ ഇന്ന് ഏറെ ബാധിച്ചിരിക്കുന്നു. നോക്കുക, നിരുത്തരവാദിത്വം, അലസത, കർത്തവ്യബോധക്ഷയം. അപ്പോഴെന്ത് സംഭവിച്ചു? മാളികയുടെ മുകളിൽ നിന്ന് കാണണ്ടാത്ത കാഴ്ച കണ്ടു. എന്താ കാഴ്ച കണ്ടത്? അതിൻ്റെ സഭ്യത വിട്ടൊന്നും പറയണ്ട. എന്ത് കാഴ്ചയാ കണ്ടത്? സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. നോക്കുക, ദിശ മാറുകയാണ്, കാഴ്ചപ്പാടുകൾ മാറുകയാണ്, കണ്ണിൻ്റെ നിയന്ത്രണം തെറ്റുകയാണ്. കാരണം നിരുത്തരവാദിത്വവും അലസതയും കർത്തവ്യബോധക്ഷയവും ഉത്തരവാദിത്വ ബോധമില്ലായ്മയും എന്നെ ഭരിക്കുമ്പോൾ എൻ്റെ കാഴ്ചകളിലും മാറ്റമുണ്ടാകും. കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം നാം അല്ലാതെയായി മാറുമ്പോഴാണ്. നാം അല്ലാതെയായി മാറുമ്പോഴാണ്. ഇവിടെ ദാവീദ് എന്താ ചെയ്തത്? കാണണ്ടാത്ത ഒരു കാഴ്ച കണ്ടു. ദാവീദ് ഒരിക്കലും ആ കാഴ്ച കാണരുതായിരുന്നു. പക്ഷേ അയാൾ എവിടെ നിന്നാണ് കണ്ടത്? അയാൾ കണ്ടത് മാളികയുടെ മുകളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ അതിനെ അല്ലിഗോറിക്കലായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഉയരത്തിൽ നിൽക്കുമ്പോൾ കാഴ്ച വിശാലമാ, സൂക്ഷിച്ചില്ലെങ്കിൽ കാഴ്ച അധപ്പതനമായും വരും. അതുകൊണ്ട് സ്ഥാനം കൂടുമ്പോൾ ഓർത്തോണം, സ്ഥാനം കൂടുമ്പോൾ ഓർത്തോണം. മുകളിലോട്ട് പോകുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ വീണാൽ വീഴ്ചയുടെ താഴ്ചയും അത്രത്തോളം വേദനാജനകമാണ്. അതുകൊണ്ട് ഒത്തിരി സ്ഥാനം വഹിക്കുന്നതിലല്ല, മുകളിലോട്ട് കയറുമ്പോൾ നമ്മുടെ ദർശനത്തെ ക്രമീകരിക്കുവാൻ ഇടയാകണം. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ
ഞാൻ ഇത്തിരി മുകളിലാകുമ്പോൾ എൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും വിശാലമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ കാണുന്നത് എൻ്റെ കണ്ണിൻ്റെ ദിശ തെറ്റാണെങ്കിൽ എൻ്റെ വീഴ്ച മാത്രമല്ല, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ വീഴ്ചയും വളരെ ഭീതിജനകമാണ്. അതുകൊണ്ട് ദാവീദ് ഇപ്പോൾ കാണുന്നത് എവിടെ നിന്നാണ്? മാളികയുടെ മുകളിൽ നിന്ന്. താഴെ ആയിരുന്നെങ്കിൽ അത്രയും കാഴ്ച ആകില്ലായിരുന്നു, അത്രയും വിചക്ഷണമായ കാഴ്ചയാകില്ലായിരുന്നു. യുദ്ധകളത്തിലായിരുന്നെങ്കിലോ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായേനെ. ഈ സന്ധിക്ക് ഉറങ്ങിയില്ലായിരുന്നെങ്കിലോ ഈ ഭടന്മാരെ കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ട് നീ പോയില്ലേലും കുഴപ്പമില്ല, ഒരു വാക്ക് ആ ഭടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആധുനിക ദിശാബോധം നഷ്ടപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. അല്ലാതെ ഈ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ട് കാര്യം എന്താ? ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ദിസ് ഈസ് ദി ബുക്ക്. കാരണം എന്നെഴുതി എന്നല്ല, എന്നു വായിക്കുമ്പോഴും ഈ പുസ്തകത്തിൻ്റെ വരികൾക്ക് പ്രസക്തിയുണ്ട്. എന്നെഴുതി എന്നല്ല, എന്നു വായിക്കുമ്പോഴും ഈ പുസ്തകത്തിൻ്റെ വരികൾക്ക് പ്രസക്തിയുണ്ട്. ദാവീദ് എന്താ കണ്ടത്? വേണ്ടാത്ത കാഴ്ച. ആ കാഴ്ചയെക്കുറിച്ചുള്ള വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിട്ട് എന്ത് അയാൾ ചെയ്തു എന്നാണ് കാണുന്നത്. 2 ശമൂവേൽ 11 അധ്യായം 3-4 വാക്യങ്ങൾ. 2 ശമൂവേൽ 11 അധ്യായം 3-4 വാക്യങ്ങൾ. ദാവീദ് അന്വേഷിച്ചു, ആരാണത്? അപ്പോൾ മനസ്സിലായി, ഹിത്യനായ ഊറിയാവിൻ്റെ ഭാര്യ ബർശബ. ദാവീദ് എന്താണ് ചെയ്തത് എന്നതാണ് എനിക്കേറെ സങ്കടകരമാകുന്നത്. 4 വാക്യം. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി, അവൾ അവൻ്റെ അടുക്കൽ വന്നു, അവളോടൊപ്പം അവൻ ശയിച്ചു. 3 വാക്കുകളാണ്. 1 അയച്ചു, വരുത്തി, ശയിച്ചു. ഈ 3 വാക്കുകളും അധികാര പ്രമത്തതയുടെ 3 പ്രതീകങ്ങളാണ്. പറഞ്ഞാൽ പോകാൻ ആള്, വിളിച്ചാൽ വരാൻ മാൻപേടയെ പോലാള്, എനിക്കിഷ്ടമുള്ളതുപോലെ ശയിക്കും എന്ന അധികാര പ്രമത്തതയുടെ ദുഷ്ടമായ ലാക്ക്. ഈ അധികാരം എന്ന് വെച്ചാൽ എന്തുവാ? വാട്ട് യു മീൻ ബൈ ദ ടേം അതോറിറ്റി? മലയാളത്തിൽ അധികാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അധികാരം നിങ്ങളൊന്ന് പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? എനിക്ക് നിങ്ങളെ എത്ര കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് ഒത്തിരി ഉള്ളതുകൊണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ഈ അധികാരം എന്ന് വെച്ചാൽ എന്തുവാ? പ്രിയപ്പെട്ടവരെ, അധികാരം എന്ന് പറയുന്നത് ധികാരം ഇല്ലാത്ത അവസ്ഥ, അതിൻ്റെ പേരാണ് അധികാരം. അധികാരം. ധി എന്നാൽ ദാനത്തിൻ്റെ ദായല്ല, ധനത്തിൻ്റെ ധ, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ധികാരം ഇല്ലാത്ത അവസ്ഥ, അതാണ് അധികാരം. ധികാരം എന്ന് വെച്ചാൽ എന്താ? ഞാൻ, എനിക്ക്, എൻ്റേത്, ഇതാണ് ധി എന്ന കാരം. അപ്പോൾ അധികാരം എന്താ? ഞാൻ, എനിക്ക്, എൻ്റേത് എന്ന ചിന്തയില്ലാതെ, ദുഷ്ടലാക്കില്ലാതെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് എന്ത്? അധികാരം. ഉസ്താദ്യോസ് തിരുമേനിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അത് ക്രിസ്തുമസ് തിരുമേനിയും പിന്തുടരുന്നുണ്ട്. തിരുമേനിക്ക് ഭരണഘടന അത്രയധികമായിട്ട് അദ്ദേഹം നോക്കില്ലായിരുന്നു. പക്ഷേ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. സെമിനാരിയിൽ നിരണം ഭദ്രാസനത്തിൽ പഠിക്കുന്ന ആ ശമ്മാശന്മാർ, ബ്രദേഴ്സ് എപ്പോഴും പറയും, ഞങ്ങളിവിടെ ഒരു കുഴപ്പവും ഉണ്ടാക്കത്തില്ല. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഒസ്താത്യോസ് തിരുമേനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒസ്താത്യോസ് തിരുമേനി സെമിനാരിയുടെ ഫാക്കൽറ്റിയുടെ തീരുമാനം എന്തോ അത് ചെയ്യും, അത് പൂർണ്ണമായി പാലിച്ചിരിക്കും. അതുകൊണ്ട് എൻ്റെ ബാച്ചിലൊക്കെ പഠിക്കുന്നവരെ പറയും, ഞങ്ങൾ സൂത്താറ കഴിഞ്ഞ് സംസാരിക്കില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഒരു ഫാക്കൽറ്റി ഒരു തീരുമാനമെടുത്താൽ തിരുമേനി അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ തിരുമേനി പള്ളിയിൽ അങ്ങനെയായിരുന്നോ? അല്ല. കാരണം ഞാൻ, എനിക്ക്, എൻ്റേത്, സ്വാർത്ഥതയ്ക്കും തന്നിഷ്ടത്തിനും സ്വയലാഭത്തിനുമായി സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യാത്ത അവസ്ഥയുടെ പേരാണ് എന്ത്? അധികാരം.
പ്രിയപ്പെട്ടവരെ, കാലം മാറിയല്ലേ? കാലം മാറി. ഇപ്പോഴത്തെ അധികാരം എന്താ? സ്വാർത്ഥതയ്ക്കും തന്നിഷ്ടത്തിനും സ്വയം ലാഭത്തിനുമായി. സാത്താൻ്റെ ഏറ്റവും വലിയ പ്രലോഭനമാണ് മണി ആൻഡ് അതോറിറ്റി. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ സാത്താൻ എന്താ കർത്താവിനോട് പറയുന്നേ? ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഞാൻ നിനക്ക് അധികാരവും തരാം, അതിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. മണി ആൻഡ് പവർ, ഗ്ലോറി ആൻഡ് അതോറിറ്റി. ഞാൻ നിനക്ക് ഗ്ലോറിയും തരാം, പിന്നെ എന്തും തരാം? അതോറിറ്റി, മഹിമയും തരാം, സ്ഥാനവും തരാം. ഇതായിരുന്നു സാത്താൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം, അഥവാ സാത്താൻ്റെ വാഗ്ദാനം. ഞാൻ നിനക്ക് ഗ്ലോറിയും തരാം, അധികാരവും തരാം. പ്രിയപ്പെട്ടവരെ, 1975 ഡൽഹി ഹൗസ് കാസ് പള്ളിയുടെ അങ്കണത്തിൽ ഒരു സുന്ത്രോണീസോ നടന്നു. മലങ്കര സഭയുടെ, ലോകത്തെ മലങ്കര സഭയ്ക്ക് പരിചയപ്പെടുത്തിയ മലങ്കര സഭയുടെ അംബാസഡർ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധ പിതാവിൻ്റെ സുന്ത്രോണീസോ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതായിരുന്നു. സാധാരണ ഗ്ലോറി ആൻഡ് അതോറിറ്റി എന്നാണ് ഒരു മെത്രാപ്പോലിത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാനമെങ്കിൽ, ഞാൻ പറയുന്നു ഗ്ലോറി ആൻഡ് ബർഡൻ. ഗ്ലോറി ആൻഡ് ബർഡൻ. എനിക്ക് തന്നിരിക്കുന്ന ഈ മഹത്വം ഒരു ബർഡനാണ്. ബർഡൻ എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്വമാണ്. സാത്താൻ വാഗ്ദാനം ചെയ്യുന്നത് ഗ്ലോറി ആൻഡ് അതോറിറ്റി ആണെങ്കിൽ, ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് ഗ്ലോറി ആൻഡ് ബർഡൻ. ഇവിടെ ദാവീദ് അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം എപ്പോഴും കറപ്ഷൻ ഉണ്ട്. അത് ജനാധിപത്യമാണെങ്കിലും ഏകാധിപത്യമാണെങ്കിലും. ജനാധിപത്യത്തിൽ പോലും അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ദാവീദ് എന്ത് ചെയ്തു? ആളിനെ അയച്ചു, ആ പെണ്ണിനെ വരുത്തി ശയിച്ചു. കാരണം എൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇതല്ല അധികാരം, ഇതല്ല അധികാരം. ഞാനെന്ന ഭാവം ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ വൈകുന്നേരത്ത് ജപിക്കുമ്പോൾ അവർ പറയും, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുകിലോ സർവത്തിലും ഞാനെന്നാകണം, സർവവും എൻ്റേതെന്നാകണം. സർവത്തിലും ഞാനെന്നാകണം, സർവവും എൻ്റേതെന്നാകണം. ദാവീദേ, നിനക്ക് വേണ്ടി രണാങ്കണത്തിൽ ഒരു ചെറുപ്പക്കാരൻ പടപൊരുതുന്നുണ്ട്. പേരെന്താ? ഊറിയാവ്. അവനെ ഓർക്കാൻ പോലും നിനക്ക് സാധിച്ചില്ലല്ലോ. നീ ഇങ്ങനെ കിടക്കയിൽ സുഖിച്ച് മതിക്കുമ്പോൾ മുമ്പിൽ നിൽക്കേണ്ട നീ ജെറുസലേമിൽ താമസിക്കുമ്പോൾ, കിടക്കയിൽ നിന്ന് സന്ധിക്ക് അതുവരെയും സുഷുപ്തിയിലായി നീ ഉലാത്തുമ്പോൾ, നിനക്ക് വേണ്ടി രണാങ്കണത്തിൽ കിടക്കുന്ന ഒരു ഊറിയാവിനെ ഓർക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. അവൻ്റെ ഭാര്യ നിന്റെ ആരാണെന്ന് തിരിച്ചറിവ് നിനക്കുണ്ടായില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നിരുത്തരവാദിത്വം, രണ്ടാമതായി അലസത, മൂന്നാമതായി കർത്തവ്യബോധക്ഷയം, നാലാമതായി കാണണ്ടാത്തത് കാണുന്ന തെറ്റായ ദിശ, അഞ്ചാമതായി അധികാര ദുർവിനിയോഗം. തീർന്നില്ല. ബർശബ ഗർഭിണിയായി. ഞാൻ വിശദീകരിക്കേണ്ട. പിന്നെ പുള്ളിയുടെ പരിപാടി എന്താ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു വെക്കണം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു വെക്കണം. എന്തോരം കണ്ണിങ്നെസ്സാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നറിയാമോ? തൻ്റെ ഇംഗിതം മൂലം ബർശബ ഗർഭിണിയായി. ഇനി ആരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കണം. ഏറ്റവും നല്ലതാരാ? ഊരിയാവ് തന്നെയാണ്.
ഊരിയാവിനെ വിളിച്ചു വരുത്തി. നമ്മൾ ഇതൊക്കെ കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഞാനായിട്ടാണ് തോന്നുന്നേ. 2 ശമൂവേൽ 11-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ. യോവാബിന് കൽപ്പന കൊടുത്തിട്ട് ഊരിയാവിനെ വിളിച്ചു വരുത്തി. വന്നപ്പോൾ ഇയാളുടെ ആ മുഖരൂപവും ആ സോപ്പിടിയിലും തഗ്ഗുമൊക്കെ കണ്ടാൽ, നോക്കുക, ഇതെൻ്റെ വാക്കല്ല കേട്ടോ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 7ഉം 8ഉം വാക്യങ്ങൾ. ഊരിയാവ് തൻ്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിൻ്റെയും പടജനത്തിൻ്റെയും സുഖവർത്തമാനവും യുദ്ധത്തിൻ്റെ വസ്തുതയും ചോദിച്ചു. എന്ന സിൻസിയറിറ്റി, എന്താത്മാർത്ഥതയാണ് ഈ ചോദ്യത്തിന്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടോ? ഊരിയാവ് വരികയാ, ദാവീദ് ചോദിക്കുക, സുഖമാണോ? യോവാബിന് സുഖമാണോ? യുദ്ധമൊക്കെ ഭംഗിയായിട്ട് പോകുന്നു? എന്തൊരു ആത്മാർത്ഥതയാ പ്രിയപ്പെട്ടവരെയും. ബെറ്റർ വേർഡ്സ് ആർ നെവർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റെസ്പോൺസിബിൾ ഡീഡ്സ്. ബെറ്റർ വേർഡ്സ് ആർ നെവർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റെസ്പോൺസിബിൾ ഡീഡ്സ്. ഉത്തരവാദിത്തമുള്ള പ്രവർത്തനത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്ത്? നല്ല വാക്കുകൾ. നമ്മുടെ പിതാക്കന്മാരൊക്കെ ചിലരൊക്കെ ഹാർഡ് ആൻഡ് ടഫായിരുന്നു, പക്ഷേ അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നു. അവർക്കാരെയും പരിപോഷിപ്പിക്കാനില്ല. ഇവിടെ ഊറിയാവ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, നടന്ന സംഭവമായി ഒരു കുറ്റബോധം, ഒരു മനസ്സാക്ഷിക്കുത്തൽ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ? ഊരിയാവിനോട് ചോദിക്കുകയാണ്. അവൻ്റെ ഭാര്യയെ ചതിച്ച ഗർഭിണിയാക്കി കിടക്കുകയാണ്. ഊരിയാവിനോട് ചോദിക്കുകയാണ്, യോവാബ് സുഖമായിരിക്കുന്നോ? പടജനം എങ്ങനെയുണ്ട്? ഊരിയാവ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. തൊട്ടു താഴെ എഴുതിയിരിക്കുകയാണ്, ഈ ചതി ചോദ്യത്തിൽ ചെയ്തു എന്ന് മാത്രമല്ല, 2 ശമൂവേൽ 11:19 സമ്മാനം അവൻ്റെ, വായിച്ചേ, സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു. സമ്മാനം നടക്കുമായിരുന്നു? അത് മൂവിങ് ആയിരുന്നോ? സമ്മാനം, ഗിഫ്റ്റ് നടക്കുമായിരുന്നോ? അല്ല. അതിൻ്റെ അർത്ഥം എന്താ? യോവാബ് പോയപ്പോൾ യോവാബിനെ സുഖിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? പിറകിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കള്ളന് മാത്രമേ മനുഷ്യനെ സുഖിപ്പിക്കേണ്ടി വരുള്ളൂ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ചിലപ്പോൾ ലോകത്തിൽ അംഗീകാരം കിട്ടിയെന്ന് വരില്ല, ലോകത്തിൽ ആളുകൾ അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷേ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ദാവീദിൻ്റെ സമ്മാനം എന്തു ചെയ്തു? യോവാബിൻ്റെ പുറകെ ചെന്നു. അടുത്തത്, നീ ചെന്ന് വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? നിന്റെ കാല് കഴുകണം. അതെന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഈ കാല് കഴുകുക എന്നാൽ നിങ്ങൾ പഠിച്ചിരിക്കണം, അതൊരു യൂഫമിസമാണ്. എന്താണ് ആ വാക്ക്? യൂഫമിസം. യൂഫമിസം എന്ന് പറയുമ്പോൾ a mild or indirect word to denote a harsh thing. അത് വേദപുസ്തക രചനയുടെ ഒരു ക്രിറ്റിസിസം, ഒരു മെത്തഡോളജിയാണ്. യൂഫമിസം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരു ലളിതമായ വാക്ക് പറയുക, പക്ഷേ ആ വാക്കിൻ്റെ പിമ്പിൽ എന്തുണ്ട്? വളരെ ശക്തമായൊരു കാര്യമുണ്ട്. അപ്പോൾ നിൻ്റെ കാല് കഴുകുക എന്ന് വെച്ചാൽ വീട്ടിൽ പോയി പൈപ്പ് തുറന്ന് കാല് കഴുകുക എന്നല്ല, നിന്റെ ഭാര്യയോടുകൂടി നീ ഇന്ന് ശയിക്കുക. ഇത് പറഞ്ഞു വിടുക. നോക്കുക, രാജാവിൻ്റെ കൺസേൺ യുദ്ധക്കളത്തിൽ നിന്ന് വരുന്ന ഊരിയാവിന് സുഖവർത്തമാനം, സമ്മാനം. പിന്നെ പറയുക, നീ പോയി എന്തു ചെയ്യുക? അയ്യോ, കഷ്ടപ്പെട്ട് വരികയാണല്ലോ, നീ ഒരു കാര്യം ചെയ്യുക, നീ ഭാര്യയോടുകൂടെ ശയിക്കുക. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേകം സൂത്രങ്ങൾ അന്വേഷിക്കുന്നു. ഈ സൂത്രം കൊണ്ടൊന്നും ദൈവം മുമ്പിൽ നിലനിൽപ്പില്ല. ഈ സൂത്രമൊക്കെ കുറച്ച് നാൾ പോകാം. യു ക്യാൻ ചീറ്റ് ഓൾ പീപ്പിൾ ഫോർ സം ടൈം. യു ക്യാൻ ചീറ്റ് സം പീപ്പിൾ ഫോർ ഓൾ ദ ടൈം. യു കോണ്ട് ചീറ്റ് ഓൾ ദ പീപ്പിൾ ഫോർ ഓൾ ദ ടൈം. ഇതൊക്കെ മനസ്സിലൊന്ന് ഓർത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് പേരെയൊക്കെ കളിപ്പിക്കാം. ജോജി അച്ഛനെ എൻ്റെ പള്ളിയിൽ കളിപ്പിക്കാൻ എന്നെ പ്രയാസം. 3 വർഷം കളിപ്പിച്ച പോരെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുഖം മൂടി, വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖം മൂടി. എൻ്റെ ജനം, എൻ്റെ പള്ളിയിലെ ആളുകൾ പറയും, ഇത്രയും നല്ലൊരു അച്ഛനില്ല. പക്ഷേ അതിനെല്ലാം പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ദൈവ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല.
ഇവിടെ ദാവീദ് താൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കാനുള്ള സകലമാന പരിപാടിയും നടത്തി. ഞാൻ ഇനി അത് ഊറിയാവിൻ്റെ മറുപടിയിലേക്ക് പോകുന്നില്ല. സമയം വേഗത്തിൽ എൻ്റെ വാച്ച് ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വാച്ചും അങ്ങനെയാ, പ്രത്യേകിച്ച് തിരുമേനിയുടെ വാച്ച് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഊറിയാവിൻ്റെ മറുപടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അടുത്തത് എന്തെന്നറിയാമോ? അടുത്തത് ഊറിയാവ് വീട്ടിൽ വരെ പോയിട്ട് കാല് കഴുകിയില്ല, തിരിച്ചിങ്ങി പോരുന്നു. അതിൻ്റെ കൂടുതൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അതത്ര കൃത്യമായ സഭ്യമായ ഒന്നല്ലല്ലോ. പുള്ളി എന്ത് ചെയ്തു? രാത്രി ഇങ്ങ് പോരുന്നു. എന്നിട്ട് കൊട്ടാരത്തിൻ്റെ വെളിംപ്രദേശത്ത് കിടന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ കിടന്ന ഉറക്കം വരില്ല. കൂടാരങ്ങളിൽ പെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരത്തിൽ വസിക്കുന്നു. എൻ്റെ യജമാനനായ യോവാബും യജമാനൻ്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത്. എനിക്കെങ്ങനെയാണ് വീട്ടിൽ പോയി കിടക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. രാജാവേ, ഞാൻ നാളെ യുദ്ധക്കളത്തിൽ പോയിക്കൊള്ളാം, പക്ഷേ ഇന്നെൻ്റെ വീട്ടിൽ പോലും ഞാൻ കിടക്കില്ല. പിന്നെ എവിടെ കിടക്കും? ഈ കൊട്ടാരമുറ്റത്ത്. ഹിത്യനായ ഊറിയാവിൻ്റെ ആത്മാർത്ഥത നമ്മൾ തിരിച്ചറിയേണ്ടുന്നതാ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ലഹരി പിടിപ്പിച്ചു കൊടുത്തു. ആരാ കൊടുക്കുന്നേ? ഇസ്രായേലിൻ്റെ രാജാവാ. എൻ്റെ കൂടെ എനിക്ക് എങ്ങനെങ്കിലും ഞാൻ ചെയ്തത് മറച്ചു വെക്കണം. ലഹരി പിടിപ്പിച്ചു. 2 ശമൂവേൽ 11 അധ്യായം 13 വാക്യം. ഊരിയാവിനോടൊപ്പം ദാവീദ് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. എന്നിട്ട് കുടിക്കാനും കൂടെ ലഹരിയും കൂടെ എന്ത് ചെയ്തു? ഊരിയാവിന് കൊടുത്തു. പക്ഷേ ഊരിയാവിൻ്റെ മനസ്സ് മാറിയില്ല. കാരണം അവന് ഈ രാജാവിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹിത്യനായ ഊരിയാവിന് ഈ രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ പള്ളിയിൽ നിരണം ഭദ്രാസനത്തിലോ പ്രത്യേകിച്ച് കല്ലൂപ്പാറയ്ക്കടുത്തുള്ള കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എങ്ങോണ്ടത്തെ കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ പള്ളിയിൽ കാട്ടുന്ന ആത്മാർത്ഥതയേക്കാൾ, നമ്മളൊക്കെ നമ്മുടെ പൊതുയോഗത്തിൽ കാട്ടുന്ന ആത്മാർത്ഥതയേക്കാൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ ചുറ്റുപാടുകളിലുള്ള പാവപ്പെട്ട മനുഷ്യർ ഈ കുരിശടിയുടെ മുമ്പിൽ കത്തിച്ചു വെക്കുന്ന ഒരു മെഴുകുതിരിക്കില്ലേ, അത്രയും സിൻസിയറിറ്റി നമുക്ക് നമ്മുടെ ദേവാലയത്തോടുണ്ടോ? നമ്മുടെ ദേവാലയത്തിലെ ഇടപെടലുകളുണ്ടോ? ഹിത്യനായ ഊറിയാവിന് ഇത്രയും റെസ്പോൺസിബിലിറ്റി. അവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഞാനിവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ലഹരി പിടിപ്പിച്ചു. പുള്ളിക്കാരൻ അടിച്ചു, കിൻഡായി. പക്ഷേ അപ്പോഴും ആ ബോധം മനസ്സിൽ കിടപ്പുണ്ട്. രാജ്യത്തെക്കുറിച്ചുള്ള ബോധം, രാജാവിനെ കുറിച്ചുള്ള ബോധം, താൻ ആരാണെന്നുള്ള ബോധം. പിന്നെ എന്താ ചെയ്തത്? അറ്റകൈ. രാജാവ് ചെയ്യുന്ന അറ്റകൈ എന്താണ് ചെയ്തത്? യോവാബിന് എഴുത്തു കൊടുത്തു വിട്ടു. ആരാണ് യോവാബ്? സൈന്യത്തലവൻ. യോവാബിന് എഴുത്തു കൊടുത്തു വിട്ടു, ഇവനെ അങ്ങ് തട്ടിയേക്കണം. പ്രിയപ്പെട്ടവരെ, കോക്കസ് എന്നൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? കോക്കസ്. നെക്സസ് എന്നൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? അത് നിലമ്പൂരിൽ നിന്ന് അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ് കേരളത്തിൽ ഇങ്ങനെ പ്രചരിച്ച ഒരു വാക്കാണ്. എന്താ? നെക്സസ്. എന്താണ് കോക്കസ്? എന്താണ് നെക്സസ്? കോക്കസ് എന്ന് പറയുമ്പോൾ ഞാനും ജിജി അച്ഛനും ഞങ്ങൾ 3 അച്ഛന്മാർ ഒരേ ഗ്രൂപ്പ്, ഒരേ ഗണത്തിൽപ്പെട്ടവർ ചേർന്നൊരു സംഘം ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് എന്താ? കോക്കസ്. എന്താ നെക്സസ് എന്ന് പറയുന്നത്? ഞാനും പിന്നെ ഒരൽമായനും പിന്നെ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരാളും ചേർന്നുണ്ടാക്കുന്ന സംഘത്തിൻ്റെ പേരാണ് എന്താ? നെക്സസ്. ഈ 2 വാക്കുകൾ ഓർത്തിരിക്കണം. കോക്കസ് അതൊക്കെ പണ്ടേ ഉണ്ടല്ലേ, നമ്മുടെ ഇടവകകളിലൊക്കെ കോക്കസ് ഉണ്ട്. പക്ഷെ നെക്സസോ ഇപ്പോൾ അതുമായി അകത്തുള്ള സംഘം ചേരലാണ് എന്ത്? കോക്കസ്. പക്ഷെ വെളിയിലുള്ളവരെ കൂടെ കൂട്ടുപിടിച്ച് അകത്തെ നശിപ്പിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? നെക്സസ്. ഇവിടെ ദാവീദ് ആരെ കൂട്ടുപിടിച്ചു? യോവാബിനെ. ശ്രദ്ധിച്ചോണം കേട്ടോ, എനിക്ക് സമയം മുന്നോട്ട് പോകുന്നു എന്നറിയാം. ഈ യോവാബ് പണ്ട് ദാവീദിൻ്റെ ശത്രുവായിരുന്നു. 2 ശമൂവേൽ 3 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 ശമൂവേൽ 3 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അബ്നേറിനെ കൊല്ലാൻ, ദാവീദിന് എതിരായി അബ്നേറിനെ കൊല്ലാൻ
നേതൃത്വം കൊടുത്തയാളാണ് ആര്? യോവാബ്. ഈ ദാവീദ് പറയുന്ന ഒരു വാക്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2 ശമൂവേൽ 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. അബ്നേർ മരിച്ചു. അബ്നേറിനെ കുറിച്ചുള്ള വിശദങ്ങളിൽ ഞാൻ പോകുന്നില്ല. 2 ശമൂവേൽ 1, 2, 3 വാക്യങ്ങൾ അധ്യായങ്ങൾ വായിച്ചാൽ മതി. 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. അത് യഹോവയുടെ മുമ്പിൽ അബ്നേറിൻ്റെ മരണം എൻ്റെ തലയിൽ ഇരിക്കില്ല, അതെനിക്കൊരു കുറ്റവുമില്ല, അത് യോവാബിൻ്റെ തലമേലും അവൻ്റെ പിതൃഭവനത്തിലൊക്കെയും ഇരിക്കട്ടെ. അപ്പോൾ ഒരു 4-5 അധ്യായങ്ങൾക്ക് മുമ്പ് ദാവീദിൻ്റെ ശത്രുവായിരുന്നു ആര്? യോവാബ്. ദാവീദിനെ സപ്പോർട്ട് ചെയ്യാതെ നേറിൻ്റെ മകനായ അബ്നേറിനെ കൊന്നതിൽ കൂട്ടുനിന്നയാളാണ് ആര്? യോവാബ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു? ഈ യോവാബിനെ കൂട്ടുപിടിച്ച് ഉറിയാവിനെ കൊല്ലാനുള്ള ശ്രമം ആര് നടത്തുകയാണ്? രാജാവ്. ചില യോവാബുമാരും നമ്മുടെ ഇടയിലുണ്ട്. ഈ സ്ഥാനം മാറുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? കാല് മാറിക്കൊണ്ടിരിക്കും. അധികാര സ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് അവർ കാല് മാറിക്കൊണ്ടിരിക്കും. സൗല് രാജാവായപ്പോൾ യോവാബ് ആർക്ക് സപ്പോർട്ടായിരുന്നു? സൗലിന്. ദാവീദ് രാജാവായപ്പോൾ യോവാബിനറിയാം എവിടെ ചവിട്ടിയാൽ നിൽക്കാമെന്ന്. കല്ലുപ്പാറയുണ്ടോ? എവിടെ ചവിട്ടിയാൽ നിൽക്കാമെന്ന് ആർക്കറിയാം? യോവാബിനറിയാം. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുന്ന അവതാരങ്ങൾ കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. ഈ അവതാരമൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം കേരളം മുഴുവൻ അവതാരങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരവതാരവും ഇങ്ങോട്ട് വരരുതെന്നാണ് 9 വർഷം മുമ്പുള്ള സത്യപ്രതിനിധി പറഞ്ഞത്. പക്ഷേ മുഴുവൻ ഇപ്പോൾ അവതാരമായി. ഓരോരുത്തരുടെ അവതാരങ്ങൾ ഏതൊക്കെ വീട്ടിൽ ആരൊക്കെയാ, ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെയാ, ദൈവത്തിൻ്റെ പോലും അടിച്ചുകൊണ്ട് പോകുമ്പോൾ അവതാരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. യോവാബിനറിയാം ആരോടൊട്ടി നിന്നാൽ കാര്യം നടക്കും. ഓർത്തഡോക്സ് സഭയിലുണ്ടോ അങ്ങനെ? അധികാരം മാറുന്നതിനനുസരിച്ച് ആശയം മാറുന്ന ഈ ഞാൻ പറഞ്ഞ അവതാരങ്ങൾ. യോവാബിനെ ദാവീദ് ക്രമീകരിച്ചു. എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു? യോവാബിനെ കൊണ്ട് ആരെ കൊല്ലിച്ചു? വിവരിക്കേണ്ട, ഊരിയാവിനെ കൊല്ലിച്ചു. ഞാൻ പറയും, ഒരു ഫ്ലാഷ് ന്യൂസ് വന്നു കാണും. ഇന്നാണെങ്കിൽ ഫാൻസുകാർ മുഴുവൻ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇങ്ങനെ അടിച്ചു കാണും. ഊറിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഊറിയാവിൻ്റെ ഭാര്യയെ ദാവീദ് സ്വന്തം ഭാര്യയാക്കി. ഇന്നാണെങ്കിലോ എന്തോ ഒരു ന്യൂസായിരുന്നേനെ അല്ലേ? എത്ര ലൈക്കും എത്ര ഷെയറും. ഫേസ്ബുക്ക് മുഴുവൻ നിറയും. കാരണം കുറച്ച് ഫാൻസുകാരും കൂടെ മതി. എന്താണ്? പടക്കളത്തിൽ കൊല ചെയ്യപ്പെട്ട പടയാളിയുടെ ഭാര്യയ്ക്ക് ജീവിതം നൽകിയ എന്നെ ക്യാപ്ഷനായിരിക്കും. സന്ധിക്ക് ഇങ്ങനെ വരുന്ന ചില ക്യാപ്ഷൻസ് ഇല്ലേ? ഒരു സന്ധിക്ക് വേണ്ടി മാത്രമുള്ള ചില വാർത്താ മാധ്യമങ്ങളിലെ ഫ്ലാഷ് ന്യൂസ്. പടക്കളത്തിൽ ധീരമരണം പ്രാപിച്ച പടയാളിയായ ഊറിയാവിൻ്റെ ഭാര്യയ്ക്ക് ജീവിതം കൊടുത്ത രാജാവ്. ഫാൻസും ട്വിറ്ററും അസോസിയേഷൻകാരും അങ്ങ് അടിച്ച് വെളിച്ചിപ്പിച്ചനെ. പക്ഷേ 2 ശമൂവേൽ 11:27 6 കാര്യങ്ങൾ ദിശാബോധം നഷ്ടപ്പെട്ട ദാവീദിന് 2 ശമൂവേൽ 11:27 എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് this is the twisting point to redefine the way and the direction. ദാവീദിന്റെ ജീവിതത്തിൽ ഈ ഒരു വാക്ക്, എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക്, 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഒരു തെറ്റിനെ കുറിച്ചും എനിക്ക് ബോധമില്ലെങ്കിലും ഞാൻ നീതിമാൻ, യാതൊരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ദാവീദ് ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ടും ഈ മുഖം മൂടിയെല്ലാം ധരിച്ചിട്ടും താൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് ദ ടേണിംഗ് പോയിന്റ്. നാഥാൻ വന്ന് പറഞ്ഞു, കഥയൊക്കെ നിങ്ങൾക്കറിയാം, ആ മനുഷ്യൻ നീയാണ്. ദാവീദിൻ്റെ ഉള്ളു കത്തി, യഹോവയോട് ഞാൻ പാപം ചെയ്തു. ദാവീദിൻ്റെ ദിശ തെറ്റിയ 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഞാനതിലേക്ക് റിവൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ തെറ്റിയ ദിശ നേരെയാക്കിയ 3 വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. തെറ്റിയ ദിശ നേരെയാക്കിയ 3 കാര്യങ്ങൾ, ദാവീദ് ചെയ്യാത്ത 3 കാര്യങ്ങൾ. ഇപ്പം നമ്മൾ 7 കാര്യങ്ങൾ പറഞ്ഞത് ദാവീദ് ചെയ്തതാണ്. ദാവീദ് ചെയ്യാത്ത 3 കാര്യങ്ങൾ: 1, ജനറലൈസേഷൻ, പൊതുവൽക്കരണം. നാഥാൻ വന്ന് പറയുകയാണ്, ആ മനുഷ്യൻ. ദാവീദ് തിരിച്ചു ചോദിച്ചില്ല, നാഥാനെ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ പണിക്കൊക്കെ പോയിട്ടുള്ളത്? എത്രയോ പേര് ഈ പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബർശബയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത്? അവളുടെ സൗന്ദര്യം കണ്ട് അതിലേക്ക് വിവരണം തിരുമേനിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഒത്തിരി പറയാനൊക്കെ ഇല്ല. അവളെ കണ്ട എത്രയോ പേര് കാണും. ആർക്കും കിട്ടാത്തത് കൊണ്ടല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരൻ? ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ജനറലൈസേഷൻ എന്താണ്? പൊതുവൽക്കരണം. ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് എന്ന ഒരു പൊതുവൽക്കരണം, ഒരു ഡിഫൻസ്. ഞാൻ ചെയ്യുന്നതെല്ലാം, ഇപ്പോഴത്തെ പുതിയൊരു സിദ്ധാന്തമാകട്ടോ, പാപമെന്ന വാക്കില്ല, പിന്നെന്താണ്? സ്വാതന്ത്ര്യം എന്ന വാക്ക. പാപമെന്ന വാക്കില്ല, പിന്നെ എന്താണ്? സ്വാതന്ത്ര്യം. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. പക്ഷെ ദാവീദ് പൊതുവൽക്കരണം നടത്തിയില്ല. ദാവീദ് സാഹചര്യ നീതീകരണവും നടത്തിയില്ല. എന്താണ്? ജസ്റ്റിഫിക്കേഷൻ, സാഹചര്യ നീതീകരണം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണണ്ടോ എന്ന് വിചാരിച്ചതാ, പക്ഷേ ഞാൻ എഴുന്നേറ്റ് കണ്ണിങ്ങനെ തിരുമ്മിയപ്പോൾ കാണണ്ടാത്തതങ്ങ് കണ്ടുപോയി. ദാവീദ് പറഞ്ഞോ? ഇല്ല. 1, പൊതുവൽക്കരണം. 2, സാഹചര്യ നീതീകരണം. അത് രണ്ടും ദാവീദ് ചെയ്തില്ല. പിന്നെ എന്താ അദ്ദേഹം ചെയ്തത്? റിപ്പൻറ്റൻസ്, അനുതാപം. യഹോവയുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണനാവുകനായ ഇവാനിയോസ്, ഈ തിരുമേനിക്ക് പേര് കൊടുത്തത് അങ്ങനെയാണ്. ഞാൻ ഓർക്കുന്നു, തിരുമേനി മെത്രാപ്പോലിത്തയായ അഭിഷിക്തനായ സമയത്ത് മാർത്തോമായിലെ വലിയ തിരുമേനി പരുമലയിൽ ഈ പിതാക്കന്മാരെ ആശംസിക്കാൻ അകത്തേക്ക് വന്നപ്പോൾ അടുത്ത് നിന്ന ഏതോ ഒരു തിരുമേനി, ഞാൻ തിരുമേനിയുടെ പേര് ഓർക്കുന്നില്ല, ഇത് സ്വർണ്ണനാവുകാരൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മാർത്തോമാ സഭയിലെ സ്വർണ്ണനാവുകാരനോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുന്നുണ്ട്, മുമ്പ് ദാവീദിൻ്റെ കിടക്ക ഉല്ലാസത്തിൻ്റെ കിടക്കയായിരുന്നു, പക്ഷെ ഇന്ന് ദാവീദിൻ്റെ കിടക്ക കണ്ണുനീരിൻ്റെ കിടക്കയാണ്. ഇതാണ് ദാവീദിൽ വന്ന മാറ്റം. ഉല്ലാസത്തിൻ്റെ കിടക്ക. 63-ാം സങ്കീർത്തനം 5-ാം വാക്യം, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. 6-ാം സങ്കീർത്തനം 6-ാം വാക്യം, എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഞാൻ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദാവീദിൻ്റെ കിടക്ക ഉല്ലാസത്തിൻ്റെ കിടക്ക, ദ ബെഡ് ഓഫ് എൻജോയ്മെൻറ്റ്, ഉലാത്തലിൻ്റെ കിടക്ക. ബട്ട് ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ആ കിടക്ക എന്തായി? കണ്ണുനീരിൻ്റെ കിടക്കയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ 83, 84, 85 വർഷങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ വി നീഡ് എ ട്രാൻസ്ഫോർമേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെയിൻറ്റ് ആൻഡ് എ സിന്നർ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെയിൻറ്റ് ആൻഡ് എ സിന്നർ? ഓസ്കർ വൈൽഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്: എ സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എ സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. 51-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് അനുദപിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മുടെ പിതാക്കന്മാർ പറയുന്നുണ്ട്, മനോഹരമായി ആ അനുതാപത്തെ ഇങ്ങനെയാണ് അവർ ക്രമീകരിക്കുന്നത്: സങ്കീർത്തനം 51 പാടി നിബിയാം,
സർവേശ എന്നോടാർദ്രത തോന്നണമേ, കഴുകണമെന്നെ മലിനതമായി ചുടയോനെ, ഹാലേലുയ്യ കൃപ ചെയ്യണമേ. നമ്മൾ പ്രാരംഭത്തിൽ പാടി, പാപി നശിക്കണമെന്നോദിയ ദാവീദ് പാപം ചെയ്തപ്പോൾ, എൻ കർത്താവാമുടയോനെ കനിയണമെന്നോടെന്നോതി, പിഴ പോൽ പകരം വീട്ടരുതേ, സർവാധീശാതേ സ്തോത്രം. എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുകയാണ്. യു ആർ ദാറ്റ് മാൻ. വഴി ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്ത മനുഷ്യൻ, പക്ഷേ ദിശാബോധം നഷ്ടപ്പെടുത്തി. ഒരനുതാപത്തിലൂടെ ആ ദിശയിലേക്ക് അയാൾ തിരിച്ചു വന്നു. പിതാക്കന്മാർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് പാപം ചെയ്തു എന്നല്ല ദൈവം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ അനുതപിച്ചില്ല. ഇഫ് യു റിമെമ്പർ യുവർ സിൻ, ഗോഡ് വിൽ ഫൊർഗെറ്റ് ഇറ്റ്. ഇഫ് യു ഫൊർഗെറ്റ് യുവർ സിൻ, ഗോഡ് വിൽ റിമെമ്പർ ഇറ്റ്. ഒന്നേ ഉള്ളൂ, അനുതാപം. അനുതാപം. ആരാധന പൂർണ്ണമാകണമെങ്കിൽ എന്തു വേണം? അനുതാപം. നമുക്ക് ഈ പ്രകടനമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധന. ദൈവമുമ്പിൽ കരഞ്ഞുകൊണ്ട്, ദാവീദ് എന്തൊക്കെ പറയുന്നു എന്നൊക്കെ ഇവിടെ ഉണ്ട്. എന്നെ കുതിർക്കണം, എന്നെ കഴുകണം, എന്നെ കുത്തണം, എന്നെ ഉലയ്ക്കണം. സോക്ക്, വാഷ് ആൻഡ് റിൻസ്. ഈ 3 വാക്കുകളും നിങ്ങൾക്കറിയാം. എവിടുത്തെ വാക്കാ? നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്ന വാക്കാ. എന്തൊക്കെ? സോക്ക്, കുതിർത്ത് വെക്കണം. വാഷ്, കഴുകണം. റിൻസ്, എന്ത് ചെയ്യണം? ഉലയ്ക്കണം. ഇത് 3. അപ്പോൾ ഇനി വാഷിംഗ് മെഷീനിലെ വാക്ക് ദാവീദിൻ്റെ വാക്കെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ദാവീദ് പറയുന്നത് ഇതാണ്, എന്നെ കുതിർക്ക്, എന്നെ കഴുക, എന്നെ കുത്തിയെടുക്ക്, എന്നെ ഉലച്ചെടുക്ക്. കാരണം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തു. അനുതാപത്തിന് പകരമായി മറ്റൊന്നില്ല പ്രിയപ്പെട്ടവരെ. സാത്താൻ അനുതപിക്കും, സാത്താൻ പ്രാർത്ഥിക്കും. പക്ഷേ സാത്താൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തില്ല? കണ്ണുനീരില്ല. സാത്താനും ഇതൊക്കെ അറിയാം. നമ്മൾ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ആർക്കറിയാം? കുർബാന ചൊല്ലും, കല്യാണം നടത്തും, സംസ്കാര ശുശ്രൂഷ നടത്തും, പള്ളിയിൽ ഭംഗിയായി നിൽക്കും, നല്ല മുണ്ടും ചട്ടയും ധരിക്കും, നല്ല ടൈ ഇട്ട് വരും. പക്ഷെ പുള്ളിക്ക് എന്തില്ല? കണ്ണുനീരില്ല. സാത്താൻ എന്തില്ല? കണ്ണുനീരില്ല. തമ്പുരാന്റെ മക്കൾക്ക് മാത്രമേ കണ്ണുനീരുള്ളൂ. ഞാൻ വീണ്ടും പറയട്ടെ, there is no alternative for repentance. അനുതാപത്തോടെ ദാവീദ് അനുതപിക്കുകയാണ്. എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ദാവീദിൻ്റെ ദിശ തെറ്റിയ 7 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നറിയാം. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ആധുനിക യുഗത്തിൽ നമ്മുടെ ദിശകളെ തെറ്റിക്കുന്നുവെങ്കിൽ ഒരു തിരിച്ചുവരവ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തു പോയി. നോമ്പ് ആരംഭിക്കുകയാണ്. ഈ ആഴ്ച കഴിഞ്ഞാൽ പരിശുദ്ധ നോമ്പ്. കേവലം ബിരിയാണി കഴിക്കുന്ന കോർണർ മീറ്റിങ്ങുകളുടെയും വലിയ ആഘോഷം നടത്തുന്ന ബഹളമയമായ തലങ്ങളുടെയും തലങ്ങളല്ല, മറിച്ച് സത്യ അനുതാപം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തു പോയി. ഉല്ലാസത്തിൻ്റെ കിടക്ക, കണ്ണുനീരിൻ്റെ കിടക്ക. നോക്കുക പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനിലൂടെ, ആരായിരുന്നു അയാൾ? പക്ഷേ ആ മനുഷ്യനിലൂടെ മശിഹായുടെ ലീനിയേജ് സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചുവെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? അനുതാപം. ഹു ഇസ് എ സെയിൻറ്റ് ആൻഡ് ഹു ഇസ് എ സിന്നർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എ സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഒരു സെയിൻറ്റിന് ഒരു ഭൂതകാലമുണ്ടായിരുന്നു, ഒരു പാപിക്ക് ഒരു ഭാവി കാലമുണ്ട്. ഈ പന്തലിൽ ഈ ദൈവവചനം ഇങ്ങനെ തിരുമേനി പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പരിലസിക്കുമ്പോൾ ഒരനുതാപബോധത്തോടെ, എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ചിന്തയോടെ മടങ്ങിപ്പോകാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഉല്ലാസത്തിൻ്റെ കിടക്കകൾ കണ്ണുനീരിൻ്റെ കിടക്കകളായി മാറുമ്പോൾ അവിടെ ദൈവത്തിന് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ.